നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, മോളെ പതുക്കെ. അമ്മേ, അനൂപേട്ടന്റെ പിണക്കം മാറിയോ? അതങ്ങനെ പെട്ടെന്ന് മാറുമെന്ന് തോന്നില്ല മോളെ. കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ള പ്രായമായല്ലോ അവന്. ഇനിയിപ്പൊ മനസ്സിലാക്കുമ്പോ മനസ്സിലാക്കട്ടെ. വാ അമ്മേ. എങ്ങനെയുണ്ട് നിനക്ക് ഇവിടെ? എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല അമ്മേ. എല്ലാരും എന്നെ നല്ലപോലെ തന്നെയാ നോക്കുന്നേ. നീ നിന്റെ ആവശ്യങ്ങൾക്ക് ഇവിടെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട. മീരയോടും അർച്ചനയോടും മാത്രം കാര്യങ്ങൾ പറഞ്ഞാൽ മതി. സേതു ഇവിടില്ലേ? അച്ഛൻ പുറത്തെന്തോ ആവശ്യത്തിന് പോയിന്ന് തോന്നുന്നു. അമ്മേ, ആവണിമോളെ കൂടെ കൊണ്ടുവരാത്തെന്താ? അവക്ക് സ്കൂളിൽ പോണ്ടടി. ഇങ്ങോട്ട് വരുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞില്ല. ആഹാ, മാഷും കമലെടുത്തിയോ? എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഇവളെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഞാൻ കരുതി ഇവിടെ താമസിക്കാൻ വന്നാണെന്ന്. അല്ല, ആദ്യത്തെ മോളെ മാറ്റി നിർത്തിയ രണ്ടാമത്തെ മോളെയും പിന്നതേ മരുമകളെ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കയല്ലേ. ഇനിയിപ്പോ നിങ്ങൾ 3 പേരും കൂടിയല്ലേ അവിടെ ഉള്ളൂ. നിങ്ങളായിട്ട് എന്തിനാ അവിടെ നിൽക്കുന്നെ? അവന്തികെ, ഇപ്പൊ പറഞ്ഞ കണക്കിലെ എന്നെ കൂട്ടണ്ട. ഞാൻ കുറച്ചു ദിവസം കഴിയുമ്പോ പോവും. പിന്നെ ഇവളുടെ കാര്യം, ഇവളെ ഇപ്പൊ അങ്ങനെ ആർക്കും പറഞ്ഞുവിടാൻ പറ്റില്ലല്ലോ. ഇനി അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാലും സേതുവെങ്കിൽ അതിന് സമ്മതിക്കുകയില്ല. ഞങ്ങൾക്കും ഉണ്ട് ബന്ധുക്കള്. അവരാരും ഇങ്ങനെ ആഴ്ചതോറും വിസിറ്റിന് വരാറില്ല. അതിന് നീ ഈ വീടുമായിട്ട് എന്താ ബന്ധം? നിനക്കുള്ള അതേ ബന്ധേ എനിക്ക് ഈ വീടുമായിട്ടുള്ളൂ. പിന്നെ സ്നേഹമുള്ളവരാണെങ്കിൽ കാണാനൊക്കെ വരും. അങ്ങനെയുള്ളവരാരും നിങ്ങളുടെ കുടുംബത്തിൽ കാണില്ല. മീരെ, ഇതൊന്നും കേട്ട് അച്ഛനൊന്നും തോന്നണ്ട. 3 നേരം ആഹാരം കഴിക്കുന്ന പോലെ അനുകയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് പതിവാ. പറഞ്ഞു ജയിക്കാനും അത്രയും തരം താഴാനും ഇവിടെ വേറാർക്കും പറ്റില്ലല്ലോ. മീരയുടെ നാവിനാണെങ്കിൽ ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. അല്ല, അതിനിപ്പോ മീരയെ കുറ്റം പറയാനും പറ്റില്ല. ജീവിക്കുന്ന സാഹചര്യം അങ്ങനെയാണല്ലോ. അവന്തികെ, ഞങ്ങളിങ്ങോട്ട് വന്ന് ഇഷ്ടമായില്ലെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. അതിനോരോന്ന് പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കണ്ട. അതെ, ഞങ്ങൾ വന്നത് ഒരു വഴക്കിനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നുമല്ല. ഇവളെ അച്ഛനെ ഒന്ന് കാണാനാ. കണ്ടിട്ട് വേഗം പോവുകയും ചെയ്യും. മാഷ് പറഞ്ഞതുപോലെ അവന്തേക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞങ്ങൾ വേഗം ഇറങ്ങിക്കോളാം. സത്യം പറഞ്ഞ ഇഷ്ടായില്ല. അയ്യോ, അതിപ്പോ എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല കേട്ടോ. നിങ്ങളിങ്ങനെ ഇവിടെ വരുന്നതും സമയം ചെലവഴിക്കുന്നതും അച്ഛന് ഇഷ്ടായിന്ന് വരില്ല. നിങ്ങളെ ഇവിടെ കണ്ട് ഇനി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളോണ്ടാ ഞാൻ പറഞ്ഞത്. ആതിരയോട് അച്ഛനും ഞങ്ങളും എല്ലാരും ക്ഷമിച്ചു. ക്ഷമിക്കാൻ പറ്റിയില്ലേലും നിങ്ങളുടെ മൂത്ത മോൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനി നിങ്ങളെ കൂടെ സഹിക്കാനും പഴയ ബന്ധം സ്ഥാപിക്കാനൊന്നും അച്ഛന് താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കും. പൊട്ടിപ്പോയത് എത്ര കൂട്ടിക്കെട്ടിയാലും മുഴച്ചേയിരിക്കും മാഷേ. കമലേ, നമുക്കിറങ്ങാം. നമ്മൾ വന്നത് എവിടെ കാണാനാ? കണ്ടു കഴിഞ്ഞു. ഇനി നമ്മളിവിടെ നിന്ന്
അവന്തിക പറഞ്ഞതുപോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരും. അതുകൊണ്ട് നമുക്കിറങ്ങാം. പോവാം. അച്ഛാ, അമ്മേ, നിങ്ങളെപ്പോ വന്നു? കുറച്ചു നേരമായി. പിന്നെന്താ വിളിക്കാഞ്ഞത്? അല്ല, നിങ്ങൾ പോവാറങ്ങാണോ? അത് എന്തു പറ്റി? ഞാനാ അവരോട് പോവാൻ പറഞ്ഞത്. എന്തിന്? പുറത്തേക്ക് പോയ അച്ഛൻ തിരികെ വരുമ്പോ ഇവിടെ പ്രശ്നങ്ങൾ നടക്കാതിരിക്കാൻ. എന്ത് പ്രശ്നങ്ങൾ നടക്കാതിരിക്കാൻ? ഇവരെ ഇവിടേക്ക് വിളിപ്പിച്ചത് ഞാനാണ്. അപ്പൊ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം. അങ്ങനെ നീ മാത്രം നോക്കിയാൽ എങ്ങനാ? ഈ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടായി എല്ലാവരുടെയും മനസമാധാനം കളയുന്നത് എന്നെ കൂടെ ബാധിക്കുന്ന കാര്യല്ലേ? ഇവര് രണ്ടുപേരും അർച്ചനയുടെയും ആതിരയുടെയും അച്ഛനും അമ്മയാ. ഇവിടെ വരുന്നതും മക്കളെ കാണുന്നതും എങ്ങനെയാണ് എടുത്തി പ്രശ്നമായിട്ട് മാറുന്നത്? ഏട്ടത്തെയായിട്ട് ഇനി സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാ മതി. സച്ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ചേച്ചിയാണെന്നാണോ? ഇവരിവിടെ വരുന്നത് അങ്കിളിന് നമുക്ക് ഇഷ്ടമാവില്ലെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. നിർത്തടി. നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നിന്നെ സമ്മതിക്കുന്ന കാര്യങ്ങളിലല്ലാതെ നീ സംസാരിക്കരുത്. നീ ആരാ ഇവരിവിടെ വരുന്നത് ഇഷ്ടമല്ലെന്ന് പറയാനും ഇവരെ ഇറക്കി വിടാനും? ഇത് എന്റെ അച്ഛനും അമ്മയും കൂടിയാ. അപ്പോ ഞാൻ താമസിക്കുന്ന വീട്ടിൽ അവര് വന്നെന്നിരിക്കും. ചിലപ്പോ താമസിച്ചെന്നും ഇരിക്കും. അതിനെ ആരുടെ അനുവാദം ഇവർക്ക് ആവശ്യമില്ല. ആരുടെയും. അതുകൊണ്ട് നീ അകത്ത് കയറിപ്പോ. പോവാൻ. എടുത്തി, ഞാൻ വരാൻ പറയുന്നവരെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാനും മടക്കി അയക്കാനും ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞും ചെയ്തും എന്നെക്കൊണ്ട് മുഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിപ്പിക്കരുത്. എല്ലാ ബഹുമാനത്തോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അച്ഛനും അമ്മയും വന്നത് ആതിരയും അർച്ചനയും കാണാൻ വേണ്ടിയല്ലേ? അർച്ചന വന്ന് കണ്ടതിന് ശേഷം പോയാൽ മതി. ഇന്ന് പോകണമെന്ന് നിർബന്ധവും ഇല്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടാ വന്നേന്ന് പറഞ്ഞാൽ മതി. പ്രശ്നം ഉണ്ടാക്കുന്നവരോട് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. അതിന് അച്ഛനായാലും മറ്റാരായാലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.